മുനിസിപ്പൽ സ്റ്റേഡിയത്തിൻ്റെ പണികളൊക്കെ പൂർത്തിയായി വരുന്നേ ഉള്ളൂ. നല്ല ഏരിയ ഉള്ളൊരു സ്റ്റേഡിയമാണിത്. ജനുവരി 31-ാം തീയതിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന വിജയികൾക്ക് സമ്മാനം പുറപ്പെടും. ഒന്നാം സംഭവം SBI മാവേലിക്കര വീതം സ്പോൺസർ ചെയ്യുന്ന സ്വിഫ്റ്റ് കാർ. രണ്ടാം സമ്മാനം സ്മാർട്ട് ഫോൺ ALC സ്പോൺസർ ചെയ്യുന്ന 3 പവന്റെ സ്വർണ്ണനാണ്. മൂന്നാം സമ്മാനം ശ്രുതികല സാംസ്കാരിക പഠന അതിനുശേഷം ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സംഘാടകർ എനിക്ക് ഈ കുടുംബശ്രീയിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പല പ്രായത്തിലുള്ള വിദ്യാഭ്യാസ നിലവാരത്തിലുള്ള സ്ത്രീകൾ അയച്ചു തന്ന മെസ്സേജുകൾ എനിക്ക് ഷെയർ ചെയ്യുകയുണ്ടായി. അതിൽ സ്ത്രീകൾ പറഞ്ഞിട്ടുള്ള മെസ്സേജ് അത് വലിയ കാര്യത്തോടു കൂടി എനിക്ക് തോന്നുന്നു അതിനെ സംബന്ധിച്ച ബോധ നവീകരണമെങ്കിലും ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം. ഇവിടെ മാത്രമേ ഈ
ബോധ നവീകരണം സാധിക്കുകയുള്ളൂ എന്നുള്ള ടീച്ചറുടെ നോവൽ നമ്മളിവിടെ ഇരിക്കുന്ന പലരും വായിച്ചിട്ടുണ്ടാവും. ബുധിനി ജീവിച്ചിരുന്ന ഒരു സാന്താൾ പെൺകുട്ടിയാണ്, കഥാപാത്രമായിരുന്നു ബുധിനി. അവരുടെ ഗോത്ര വിശ്വാസങ്ങളുടെയും രാമകത്തിന്റെയും ഇരയായി ഇന്ത്യ മുഴുവൻ അലഞ്ഞ ഒരു കഥാപാത്രം. ബുധിനി തിരിച്ചു പറയുന്ന കാര്യമാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ സംഘടന എന്ന് പറയുന്ന ഒരു പദവിയിലേക്ക് എത്തിക്കാൻ കുടുംബശ്രീക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ അഭിമാനിക്കത്തക്ക കാര്യമാണ്. സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ആരും നമ്മുടെ കയ്യിലേക്ക് സംഭാവനയായിട്ട് തരുന്നതല്ല. അവനവനിൽ നിന്ന് തന്നെ ഉണ്ടാകേണ്ട, അവനവൻ്റെ ആത്മവിശ്വാസത്തിൽ നിന്നും ആത്മാഭിമാനത്തിൽ നിന്നും ഉണ്ടാകേണ്ട വസ്തുത തന്നെയാണ് ഈ ശാക്തീകരണം എന്ന് പറയുന്നത്. സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തി നേടിയെടുക്കുക വിദ്യാഭ്യാസത്തിലൂടെ, അതുപോലെ തന്നെ അധികാരങ്ങളിലേക്കും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഈ ഒരു കാലയളവിൽ രാഷ്ട്രീയ സംഘടനകളുടെ മുന്നിൽ ആകാൻ സാധിക്കുമ്പോൾ, ചർച്ച ചെയ്യപ്പെടുമ്പോൾ, സാമ്പത്തിക ഘടനകൾ സ്ത്രീകൾക്ക് അതിലൊരു പങ്കാളിത്തം വഹിക്കേണ്ടി വരുമ്പോൾ ഒക്കെ തന്നെ സ്ത്രീ ശാക്തീകരണം നമ്മൾ ഏകദേശം എത്തിയെന്ന് തന്നെ പറയാം. എങ്കിലും ആ ഒരു പരിപൂർണതയിലേക്ക് നമ്മൾ ഇപ്പോഴും എത്തപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്ന വിഷയം തന്നെ ഇപ്പോഴും ശക്തമായി നിലനിൽക്കുന്നത്.
തട്ടി വീഴല്ല, നോക്കി നടക്കാം. പേരെന്നാ? കോടികുളം. നിങ്ങളെവിടുന്നാ? കാഞ്ഞിരപ്പള്ളി. മക്കള് ഞാൻ ബിജു, ഇത് ബിന്ദു. രണ്ടാം മക്കള്. മൂത്ത മോന് എറണാകുളത്ത് ജോലി ചെയ്യുന്നു, ഇളയ മോന് ചെന്നൈയിൽ. ഇവിടെ തന്നെ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ സരസ്മേളയൊക്കെ കണ്ടതിന് ശേഷം തിരിച്ച് നമ്മുടെ പാർക്കിംഗ് ഏരിയയിലേക്ക് പോവുകയാണ്. ഞങ്ങളുടെ ഈ 5 എപ്പിസോഡും കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു ലൈക്ക് അടിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു വലിയ പ്രോഗ്രാം 5 എപ്പിസോഡായിട്ടാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. സരസ്മേള ഓരോ എപ്പിസോഡും ഓരോ രീതിയിലാണ്, ഓരോ കാര്യങ്ങളായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് സപ്പോർട്ട് ചെയ്യുകയും നമ്മുടെ വീഡിയോ കാണുകയും ചെയ്യുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും, സബ്സ്ക്രൈബർ അല്ലാത്തവർക്കും എല്ലാവർക്കും തന്നെ, എല്ലാവരും യൂട്യൂബ് കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തിരിച്ച് യാത്രയാകുകയാണ്. ഇത് 2-3 ഏരിയയിലാണ് അതിൻ്റെ പാർക്കിങ്. ഇത് നമ്മൾ പാർക്ക് ചെയ്ത ഏരിയയാണ്. സ്കൂളിൻ്റെ ഗ്രൗണ്ട് ഉണ്ട്, അപ്പുറത്തെ സൈഡിൽ പാർക്കിംഗ് ഉണ്ട്. അപ്പം പാർക്കിങ്ങിനൊന്നും ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയില്ല. ഇഷ്ടംപോലെ നല്ല ഏരിയ ഉണ്ട്. പോകുന്നവർക്ക് ഈ ഏതെങ്കിലും ഓരോ ഗ്രൗണ്ട് ഫുള്ളാകുമ്പോൾ മറ്റേ ഗ്രൗണ്ടിലേക്ക് അവർ മാറ്റി അറേഞ്ച് ചെയ്ത് വിടുന്നുണ്ട്. അപ്പം ഞങ്ങൾ വണ്ടിയുടെ അടുത്തെത്തി. അപ്പം ഇതാണ് നമ്മൾ പാർക്ക് ചെയ്തത്. ഇവിടെ ഇഷ്ടംപോലെ വണ്ടി ഇനിയും പാർക്ക് ചെയ്യാനുള്ള ഇടയുണ്ട്. ഇവിടെ വണ്ടിയൊക്കെ കറക്റ്റായിട്ടാണോ പാർക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ ഒരു സെക്യൂരിറ്റി ഡോഗുണ്ട്. അവൻ ഓരോ വണ്ടിയും വന്ന് പരിശോധിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ വണ്ടികളൊക്കെ കറക്റ്റായിട്ടാണോ പാർക്ക് ചെയ്തിരിക്കുന്നത്. രസമായിട്ട് എനിക്ക് തോന്നി.